പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ നമ്മളൊരു 5 ഗ്രാമോളം ചൈന ഗ്രാസ് ആണ് എടുത്തിരിക്കുന്നത്. അത് വേണ്ട നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് വെക്കുവാണ്. ഇതൊന്ന് കുതിർന്ന് വരാനായിട്ട് വെക്കുവാണ്. അപ്പോൾ അതൊന്ന് വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രം എടുത്ത് വെക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് കട്ടകളൊന്നുമില്ലാതെ ഒന്ന് കലക്കിയെടുത്ത് വെക്കാം. അപ്പോൾ അതൊന്ന് ഞാൻ കലക്കിയെടുക്കട്ടെ. നമ്മുടെ കോൺഫ്ലവർ കട്ടയില്ലാതെ കലക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പാലിനകത്തേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിത് ഒരു പകുതി ഓളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. പക്ഷേ ഇത് ചേർത്താലും നമുക്ക് മധുരം കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇത് ചേർത്തിട്ട് ഞാൻ മധുരം നോക്കുന്നുണ്ട്. കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം മധുരം നോക്കിയിട്ട്. അപ്പോൾ വേണ്ട അതൊന്ന് ഞാനൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ആ കണ്ടൻസ്ഡ് മിൽക്കും പാലും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുവാണ്. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് വെക്കേണ്ടത് ബട്ടറാണ്. അപ്പം 100 ഗ്രാം ബട്ടറിൽ നിന്ന് പകുതി ഞാനൊരു 50 ഗ്രാമോളം ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ ബട്ടറൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചൈന ഗ്രാസ് ആണ്. അത് മെൽറ്റാകാനായിട്ട് നമ്മൾ ഒന്ന് കുതിരാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി ചൈന ഗ്രാസും കൂടെ ഇതിനകത്തൊന്ന് മെൽറ്റായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റോളം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. എന്നാലേ ഉള്ളൂ നമ്മുടെ ഈ ചൈന ഗ്രാസ് ഒന്ന് നന്നായിട്ട് ഇതിനകത്തൊന്ന് മിക്സ് ആകത്തുള്ളേ. അപ്പോൾ അതേണ്ട ഏകദേശം നമ്മുടെ ചൈന ഗ്രാസൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 കഷ്ണം ബ്രെഡ് എടുത്ത് ചേർത്ത് കൊടുക്കാം. 3 കഷ്ണം ബ്രെഡിൻ്റെ സൈഡ് ബ്രൗൺ ഭാഗമെല്ലാം മുറിച്ച് മാറ്റിയിട്ടാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് കഷ്ണങ്ങളാക്കിയിട്ട് വേണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ബ്രെഡ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരമൊക്കെ നോക്കണം. മധുരം നോക്കിയപ്പോൾ എനിക്ക് മധുരം കുറവായിരുന്നു. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ പിന്നെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ മിസ്സായി പോയതാണ്. അതും കൂടെ നിങ്ങൾ മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് മധുരം എത്രയാണോ ആവശ്യം അതനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓവറായിട്ട് മധുരമായി പോവുകയും ചെയ്ത് എന്നാൽ നല്ലൊരു മധുരം ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ഈ പുഡിങ് നല്ല അടിപൊളിയായിട്ട് വരുന്നത്. ഇനി ഈ സമയത്ത് ഞാനിതിലേക്ക് ഫ്രഷ് ക്രീം ഉണ്ട്. ഫ്രഷ് ക്രീം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ എൻ്റെ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് കുക്കിംഗ് ക്രീമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്താലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് ചേർത്ത് കൊടുത്തുണ്ടാക്കിയിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം ഫ്രഷ് ക്രീം ഉണ്ട് ഒന്നുകൂടെ ഇതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ആറിക്കഴിഞ്ഞതിന് ശേഷം ഞാനത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ട്രേയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇടയ്ക്ക് ചെറിയ കഷ്ണങ്ങളൊക്കെ വീഴുന്നുണ്ട്, എന്നാലും സാരയില്ല. നമുക്കതൊന്നുകൂടെ മാറ്റിയിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ മിക്സ് മുഴുവൻ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ഒരു 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിനകത്ത് വെക്കണം. ഫ്രീസറിനകത്ത് വെക്കേണ്ട ആവശ്യമില്ല, താഴെ വെച്ചാൽ മതി. താഴെ വെച്ചിട്ട് 2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ പുഡിങ്ങൊക്കെ നല്ല സെറ്റായിട്ട് വരും. തേണ്ട ഇപ്പം നമ്മുടെ
പുഡിങ് 2 മണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ അവസ്ഥ. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതേടെ നമ്മുടെ പുഡിങ് ഞാൻ തേടെ മുറിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. കഴിച്ച് നോക്കിയാലും എല്ലാവർക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ് കൂടിയാണ് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇതുപോലെ പുഡിങ്ങുകളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കണം. ഇത് ഉണ്ടാവും നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ബട്ടർ പുഡിങ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ബട്ടറിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കോൺഫ്ലോറിൻ്റെയും പാലിൻ്റെയും എല്ലാം കൂടെ ചേർന്ന് നല്ല ബ്രെഡും എല്ലാം കൂടെ സെറ്റായി വന്നിരിക്കുന്നതാണ്. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒരു തവണയൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബട്ടറും പാലും ബ്രെഡും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.